തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാരമ്യത്തിലെത്തി മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ്. മുൻ മന്ത്രിയും അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ G. സുധാകരൻ നടത്തിയ പരാമർശങ്ങളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. സഹോദരന്റെ കൊലപാതകത്തിനു പിന്നിൽ SFI ആണെന്ന ആരോപണമാണ് വിവാദമായി മാറിയത്. CPIM നേതാക്കൾക്കെതിരെ വർഗീയവും സ്ത്രീവിരുദ്ധവുമായ പരാമർശങ്ങളും G. സുധാകരനിൽ നിന്ന് ഇന്നുണ്ടായി. തൃശൂർ മണലൂരിൽ വോട്ടർമാർക്ക് കിറ്റ് നൽകി BJP പ്രവർത്തകർ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കിറ്റ് വിവാദം ഗോപാലകൃഷ്ണനും പ്രതാപനും തമ്മിലുള്ള ഡീലാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VF ഫിറോസ് രംഗത്തെത്തി. ഇതിനിടെ പ്രചാരണത്തിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പേര് പരാമർശിക്കാത്തതിനെ തുടർന്ന് R. ശ്രീലേഖ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. BJP നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ തിരികെ എത്തിച്ചത്. 10 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തി പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അവതരിപ്പിച്ചു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ റോഡ് ഷോയും സംഘടിപ്പിച്ചു. UDF NDA ക്യാമ്പുകൾക്ക് ആവേശം പകരാൻ ദേശീയ നേതാക്കളും കേരളത്തിലെത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്യന്തം നാടകീയമായി മാറുകയാണോ പ്രചാരണ പരിപാടികൾ? കാണാം RDX റാപ്പ്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഇതിനിടെ UDF NDA ക്യാമ്പുകൾക്ക് ആവേശം പകരാൻ ദേശീയ നേതാക്കളും കേരളത്തിലെത്തി. UDF-നായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാറും പ്രചാരണത്തിന് നേതൃത്വം നൽകിയപ്പോൾ BJP-ക്കായി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, S. ജയശങ്കർ, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. CS സുജാതയ്ക്കെതിരെ G. സുധാകരൻ നടത്തിയ അധിക്ഷേപ പരാമർശം വിവാദമായി മാറി. സുജാത നായരാണെന്ന് കാണിക്കാൻ തുളസിയും മുല്ലപ്പൂവും തലമുടിയിൽ ചൂടുമെന്നായിരുന്നു പരാമർശം. G. സുധാകരന്റെ കിളി പോയിരിക്കുകയാണെന്നായിരുന്നു CPM-ന്റെ പരിഹാസത്തോടെയുള്ള മറുപടി. UDF-ന് മികച്ച വിജയം കിട്ടിയില്ലെങ്കിൽ വനവാസം എന്ന പ്രഖ്യാപനത്തിൽ VD സതീശനെ വെട്ടിലാക്കിയായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. പൊതുപ്രവർത്തകർ വാക്കു പാലിക്കണമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നും K. സുധാകരൻ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ വീണ്ടും രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഭരിക്കാൻ താനേയുള്ളൂ എന്നാണ് പിണറായി പറയുന്നതെന്നും ഇത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതേ മനോഭാവമാണ് മോദിക്കും അമിത്ഷായ്ക്കുമെന്നും തൃശൂരിലെ പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രതികരണത്തിലേക്ക്. He is the only person who can rule Kerala is an insult to every single Kerala. It is the height of arrogance. It is the same mindset that Mr. Narendra Modi has, that Mr. Amit Shah has, and Mr. Himanta Sharma has in Assam. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയ കോഴ ആരോപണത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി ഹരിയാനയിലെ കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ രംഗത്തെത്തി. 4 കോടി രൂപ സീറ്റിനായും മറ്റാവശ്യങ്ങൾ കൂടി ചേർത്ത് ആകെ 7 കോടി രൂപ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്ന് ഗൗരവ് കുമാർ പറഞ്ഞു. KC വേണുഗോപാൽ 75 ലക്ഷം തിരികെ തരാനുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം പ്രിയങ്ക ഗാന്ധിക്ക് അറിയാമെന്നും ഗൗരവ് ആരോപിക്കുകയും ചെയ്തു. I gave to K. Suresh 18th of March 25, yani last year, 1 year before, legal notice to Kodingal Suresh to return my money back. On the last month, he returned me 15 lakh rupees in front of Jay Prakash, Hisar MP, Haryana, and Satpal Brahmachari, Sonipat MP, Haryana. Anas last month returned me 10 lakh rupees and 12 lakh is pending to Anas, 75 lakh is pending to KC Venugopal. UDF 100 സീറ്റ് നേടിയില്ലെങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകണമെന്ന് K. സുധാകരനും ഇന്ന് പറഞ്ഞു. പൊതുപ്രവർത്തകർ വാക്കു പാലിക്കണമെന്നും എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നും സുധാകരൻ പറഞ്ഞു. അതിലേക്ക് കൂടി അദ്ദേഹം അങ്ങനെ പോകാണ്ടിരിക്കട്ടെ എന്ന് നമ്മളെല്ലാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, അദ്ദേഹം ഇത് സംഭവിച്ചാൽ അദ്ദേഹം പോണ്ടേ? പോണം. അത് പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പോണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. വാക്ക് പാലിക്കുന്ന ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിൽ പോണ്ടേ? അപ്പോൾ അതിൽ നമുക്ക് സങ്കടവും പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.
വയനാട് പുനരധിവാസ പണപ്പിരിവിൽ പ്രതിരോധത്തിലായതോടെ ചോദ്യങ്ങളോട് നീരസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. പിരിച്ച പണത്തിന്റെ കണക്ക് കൃത്യമായി പുറത്തുവിട്ടെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് എന്നാൽ വീട് പണി തുടങ്ങി എന്ന VD സതീശന്റെ പ്രസ്താവനയിൽ മറുപടി പറയുകയും ചെയ്തിട്ടില്ല. പതിവില്ലാത്തവണ്ണം പ്രതിപക്ഷത്തിന് നേരെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന് നേരെ ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം. ബാലിശവും അടിസ്ഥാനരഹിതവും സ്വർണ്ണക്കൊള്ള നടത്തിയവര്, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവര്, അവരെ സംരക്ഷിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ CPM നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ചാർജ് ഷീറ്റ് വൈകിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നും തിരക്ക് പിടിക്കല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ ശബരിമല കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഈ അഭ്യാസം കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞത് അവസാന ഘട്ടത്തിൽ ശബരിമല ചർച്ചാ വിഷയമാകും. എല്ലാ ഘട്ടത്തിലും ശബരിമല തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. എല്ലാ ഘട്ടത്തിലും. ഇതിനിടെ സഹോദരൻ G. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തിൽ കുറ്റം SFIക്ക് മേൽ ചാർത്തിയായിരുന്നു G. സുധാകരന്റെ വിവാദ പ്രസംഗം. മരണത്തിന് കാരണം SFI ക്രിമിനലുകളാണെന്നും കൊലയ്ക്കുള്ള സാഹചര്യം സൃഷ്ടിച്ചത് SFI ഗുണ്ടകളാണെന്നും G. സുധാകരന്റെ പുതിയ വാദം. G. സുധാകരന്റെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറും രംഗത്തെത്തി. സുധാകരന് കിളിപോയെന്നും ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്ന സമയത്ത് G. സുധാകരനല്ലേ SFI നേതാവെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറും തിരിച്ചു ചോദിച്ചു. ഇവരെന്ത് ചെയ്ത് ഭുവനേശ്വരനെ അവിടെ കളഞ്ഞിട്ട് ജനങ്ങൾ തുറന്ന് പൈപ്പ് വഴി താഴോട്ട് അവർ രക്ഷപ്പെട്ടത്. ആര്? SFIക്കാർ വന്നവരെവനെയാണ് കാണുന്നത്. ആ നിമിഷത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. നിർബന്ധിച്ചവനെ കോളേജിലോട്ട് പറഞ്ഞയച്ചത് 12 CPM നേതാക്കന്മാരാണ്. വോട്ടാണ് അദ്ദേഹത്തിന് ഇപ്പം വോട്ട് കിട്ടണം. വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും തള്ളി പറയുക, മുഴുവൻ കാര്യം തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നത്തെ SFIയുടെ നേതാവ് ആരാണ്? ഈ സുധാകരനല്ലേ? ആ സുധാകരനല്ലേ അപ്പോൾ SFIയുടെ ക്രിമിനൽ എന്ന് പറയുന്നത്? ക്രിമിനൽ അയാളല്ലേ? ആ ക്രിമിനലാണോ പറഞ്ഞിട്ടാണോ ഈ സ്വന്തം അനിയനെ കൊന്നത്? കിളിപോയെന്നൊക്കെ പറയുന്നില്ല. അതുപോലായി. ഏത് നമ്മുടെ വായിക്കാൻ അതുപോലായി പോയി കിടക്കുക. CPIM നേതാവ് CS സുജാതയെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു G. സുധാകരന്റെ മറ്റൊരു പരാമർശം. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ, നായരാണെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നതെന്നും G. സുധാകരൻ പറഞ്ഞു. എല്ലാ വീട്ടിലുമുള്ള തുളസിയെയും മുല്ലപ്പൂവിനെയും എന്തിന് ജാതി ബ്രാൻഡ് ആക്കുന്നു എന്നായിരുന്നു CS സുജാതയുടെ മറുപടി. സുജാതയും നാസറും ഒന്നും ഈ ജില്ലയിലെ ജനങ്ങളുടെ മുമ്പ് രക്ഷപ്പെടത്തില്ല. സുജാതയ്ക്ക് ഒരു ചെറിയ ഭാവി ഉണ്ടായിരുന്നു. ആ കായംകുളത്ത് കാണാൻ ചാർജ് എടുത്ത് അവിടെ കാണാൻ നിൽക്കുന്നത് ആളുകളൊക്കെ എവിടെയാണ്? മനസ്സിലായില്ലേ? അവിടെ പഠിച്ചത് അവിടെ അമ്പലപ്പുഴ വന്നിരിക്കുകയാണ്. നായന്മാരുടെ വീട്ടിലെ പോകത്തില്ല. മുല്ലപ്പൂമാലയൊക്കെ വെച്ച് അങ്ങനെ തുളസിയടിയൊക്കെ നായരാണെന്ന് തോന്നിക്കാറുണ്ട്. നായേഴ്സിന്റെ ഓട്ടൊന്നും കിട്ടത്തില്ല. എങ്ങനെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ കഴിയും? ഇദ്ദേഹം ഒരു മുൻ കമ്മ്യൂണിസ്റ്റ്, 63 വർഷമായി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പൂവും തുളസിയിലയും എല്ലാം ഒരു ജാതിക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട പൂ ധരിക്കാനും ഇഷ്ടംപോലെ ഒരുങ്ങി നടക്കാനും ഒക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു രാജ്യത്തെ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നടക്കും. അത് ചോദിക്കാൻ ഇദ്ദേഹം ആരാണ്? 4 വോട്ടിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഈ മാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. 2021 തെരഞ്ഞെടുപ്പിൽ നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നൽകിയ വാഗ്ദാനങ്ങളുടെ പുരോഗതിയും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൂടാതെ കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഗ്യാരണ്ടി പറയുന്നവർ ആദ്യം മുണ്ടക്കൈയിലെ ശ്രുതിക്ക് വാഗ്ദാനം ചെയ്ത വീട് വെച്ച് നൽകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിലേക്ക് കൂടി. ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. വിഴിഞ്ഞം, ഗെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ തുടങ്ങിയത് UDF സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അർത്ഥസത്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഈ കള്ളങ്ങളെല്ലാം എഴുതി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന നുണയുടെ ഒരു സംഭവമാണ്. അതിൽ പോലും പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അത് കേരളത്തിലെ ഞങ്ങൾ ഈ സർക്കാരിനെതിരായി അവതരിപ്പിച്ച ഒരു കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. അതിൻ്റെ ശിക്ഷയും ജനങ്ങൾ 9-ാം തീയതി വിധിക്കും. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ 0 മാർക്കാണ് നൽകാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ
ആർക്കും മറുപടി പറയാൻ കഴിയത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം ഈ കള്ള പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡിന് കേരളത്തിലെ ജനങ്ങൾ കടലാസിന്റെ വില പോലും നൽകില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് താൻ വേദി വിട്ട് ഇറങ്ങിയതിനെ നിഷേധിച്ച ആർ ശ്രീലേഖയും രംഗത്തെത്തി. വാർത്ത ലജ്ജാകരമെന്നും തനിക്കെതിരെ ഒന്നും പറയാൻ കിട്ടാത്തത് മൂലം തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. സഹോദര തുല്യനായ സോമനോട് സംസാരിച്ചത് വ്യക്തിപരമായ കാര്യങ്ങളെന്നും ഇത് ഒളിഞ്ഞിരുന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുവെന്നും ശ്രീലേഖയും ആരോപിച്ചു. എന്താ നിങ്ങൾ പറയുന്നത്? എൻ്റെ പുറകെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കി വിവാദം ഉണ്ടാക്കുകയാണല്ലേ? ഇല്ല, ഇതെന്തോ സംഭവിച്ചു. ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ സഹോദരനുമായിട്ട് BJPയിലുള്ള എൻ്റെ സഹോദരൻ ഞാൻ കരുതുന്ന സോമൻജിയുമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ ഹോളിന്റെ പുറത്തിറങ്ങി. അതിപ്പോ നിങ്ങൾ എന്തിനാ ഇത്ര വിവാദമാക്കുന്നത്? എൻ്റെ സഹോദരൻ, ഞങ്ങൾ പാർട്ടിയിലെ ബ്രദർ ആൻഡ് സിസ്റ്റർ, സോമൻജി ഞാനും ബ്രദർ ആൻഡ് സിസ്റ്ററും, ഞങ്ങളൊരു വിഷയം ചർച്ച ചെയ്യാൻ ഹോളിന്റെ പുറത്തൊരു 2 സെക്കൻഡ് ഇറങ്ങിയത് നിങ്ങൾ. ഇനി പരസ്യപ്രചാരണത്തിന് ഒരു ദിവസമാണ് ഉള്ളത്, നാളെ കൂടെ ഉള്ളത്. നാളെയാണ് കൊട്ടിക്കലാശം. അതിനു മുമ്പ് പല വിധത്തിൽ പലതരം പ്രതികരണങ്ങൾ, അത്ഭുതപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ പല പ്രതികരണങ്ങളൊക്കെ കണ്ടു. മൊത്തത്തിൽ ഉരുത്തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി ജനങ്ങൾക്ക് ചിന്തിക്കാൻ മൊത്തത്തിൽ 3 ദിവസം ഉണ്ടല്ലേ? അപ്പോൾ എന്താണ് സനീഷ, ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനകത്ത് ശ്യാമിലി, ഇപ്പം നമ്മൾ സാധാരണ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഓരോ ബൈറ്റും ഓരോ RDX വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമിത്ഷായും അടക്കമുള്ള പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ സംസ്ഥാനത്തുണ്ട്, അവരുടെ ബൈറ്റുകളുണ്ട്. അപ്പോൾ അത്രമേൽ ഒരു എല്ലാ ഹെഡ്ലൈനുകളും പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത്. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. അപ്പോൾ അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആകെ തുകയിൽ പരിശോധിച്ചാൽ ഇന്നത്തെ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതലും പ്രതിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിപക്ഷത്തിനെതിരായിട്ട് ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മയിലില്ല. ഭരണപക്ഷമാണല്ലോ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ചും 2 ടേമൊക്കെ ഭരിക്കുകയാണെങ്കിൽ അത്രമാത്രം ഹെവിയായിട്ട് അവർക്കെതിരെ ആക്ഷേപങ്ങൾ വരും. പക്ഷേ ഇതിപ്പോൾ സണ്ണി വക്കീലൊക്കെ ചൂടാവുന്നുണ്ടല്ലേ? അതായത് ഹർഷൻ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത്, പതിവ് പോലെ. പക്ഷേ സണ്ണി വക്കീൽ പെട്ടെന്ന് ചൂടാവുകയാണ്. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് സണ്ണി ജോസഫ് മനോരമ ലേഖകനോട് ഇതുപോലെ തന്നെ ഇതേക്കാൾ വല്ലാത്ത തോതിൽ ചൂടാവുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ വയനാട് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് KPCC അധ്യക്ഷനുള്ളത് എന്നത് നമ്മൾ കാണുകയാണ് എന്തായാലും. അല്ലെങ്കിൽ ഹർഷൻ സാധാരണയിൽ തന്നെ സൗമ്യമായിട്ട് ചോദിക്കുന്ന ആളാണ്, ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളാണ്. ഇത് നേർക്കുനേർ മുഖം നിന്ന് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെയാണ് വർത്തമാനം പറയുന്നതെങ്കിൽ പിന്നെ മനോരമക്കാർ ഇവരുടെ എതിർക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന അഭിപ്രായം കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ല. അപ്പോൾ അവരോടും പോലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു പറയുമ്പോൾ ആകപ്പാടെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഞാനേതായാലും അതുകൊണ്ട് ഒന്നുകൂടെ നമ്മളുകൂടെ വിശകലനം ചെയ്ത് ഞാനേതായാലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനില്ല. എനിക്ക് ഇന്ന് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ സങ്കടകരമായിട്ട് തോന്നിയത് സുധാകരൻ്റെ ഈ വർത്തമാനമാണ് ശ്യാമിലി. അതായത് 2 സുധാകരന്മാരെന്ന് വലിയ വാർത്തയുണ്ടായി. സുധാകരൻ്റെ പക്ഷേ നല്ല കൗതുകമുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള തമാശയുള്ളൊരു പ്രതികരണമാണ്. പക്ഷേ സുധാകരൻ്റെ ഇത് സങ്കടകരമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തും സങ്കടമാണ്, പൊതുവിൽ രാഷ്ട്രീയ സാഹചര്യം ഓർത്തും നമുക്ക് സങ്കടം വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാൾ 63 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നിന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇന്നിപ്പം അവർ CS സുജാത ആവർത്തിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ 63 വർഷക്കാലം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഘടനയുടെ ഒരേ തരം സഖാക്കളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം കൂട്ടം അതാണെന്ന് തിരിച്ചിരുന്നൊരു മനുഷ്യൻ ആ 63 കൊല്ലക്കാലത്തെ സ്വന്തം സംഗതികളെ ആകെ വെട്ടിമാറ്റിക്കളയാണ്. ഇപ്പോൾ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണില്ലേ, വലിയ തൂക്കുപാലത്തിലൂടെ ഓടുമ്പോൾ പാലത്തിൻ്റെ 2 കൈവരികൾ മുറിച്ചിട്ട് പാലം തന്നെ അങ്ങ് പോവുക എന്ന് കണ്ടില്ലേ? അപ്പോൾ അതുപോലെ സ്വന്തം ഭൂതകാലത്തെ ആകപ്പാടെ മുറിച്ചു കളയുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എന്തൊരു അധപ്പതനമാണത് തോന്നി. അതായത് ഈ സ്വന്തം വേരുകളെ, ഒരു 10-75 വയസ്സുള്ള മനുഷ്യൻ ജനിച്ച് ജീവിതത്തിലേക്ക് വന്ന് 63 കൊല്ലക്കാലം സ്വന്തം പ്രവർത്തന മേഖലയിൽ മുതിർന്നയാളായിട്ട് വിരാജിച്ചിട്ട് അതിന് പ്രാപ്തമാക്കിയ സ്വന്തം വേരുകളെ മുറിച്ചു കളഞ്ഞിട്ട് അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരാളെയാണ് നമ്മൾ സുധാകരനിലൂടെ കാണുന്നത്. അങ്ങേയറ്റം താഴ്ന്ന് എനിക്ക് എത്രത്തോളം ലോ ആയിട്ട് താഴെ ഏറ്റവും അധപ്പതനത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അദ്ദേഹം കേരള ജനതയെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്.
അപ്പം ഞാനിപ്പോൾ അദ്ദേഹം ഒരു UDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDF ആളുകളെക്കുറിച്ചോ അല്ല UDF സ്ഥാനാർത്ഥി എന്ന നിലക്ക് അദ്ദേഹം പരാജയമാകുമെന്നോ അദ്ദേഹം വിജയിക്കില്ല എന്നുള്ള പ്രവചനമേ അല്ല നടന്നത്. പക്ഷേ ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ കടക്കൽ, ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്ന ആളുകളെ എത്രയോ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ കോൺഗ്രസ്സുകാർ CPMലേക്കും, CPMകാർ കോൺഗ്രസ്സിലേക്കും, CPMകാർ BJPയിലേക്കും, BJPക്കാർ CPMലേക്കും, CPMകാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും രാഷ്ട്രീയം മാറുക എന്നുള്ളത് ഇപ്പോൾ പണ്ട് മുതലേ എക്കാലത്തും അതുണ്ട്. ആളുകൾക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറാം. പക്ഷേ സ്വന്തം ഭൂതകാലത്തെ ഇങ്ങനെ റദ്ദ് ചെയ്ത് കളയുക, കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ഈ സ്വന്തം ഭൂതകാലത്തെ റദ്ദ് ചെയ്ത് കളയുക എന്ന് വെച്ചാൽ എത്രമാത്രം മാരകമായ ഒരു സംഗതിയാണെന്ന് ആലോചിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ 75 വയസ്സുണ്ട്. 1977 അദ്ദേഹത്തിൻ്റെ സഹോദരൻ G. ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ 49 കൊല്ലമായി ഇപ്പോൾ ആ സംഭവം നടന്നിട്ട്, 49 കൊല്ലം. അപ്പം അന്ന് അദ്ദേഹത്തിന് 29 വയസ്സ് കാണും. നമ്മൾ കണക്കൂട്ടി 29ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ G. ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്നത്. അപ്പം 49 വർഷം. ഈ 49 വർഷം അന്ന് 29 വയസ്സിൽ അദ്ദേഹം അപ്പോൾ തന്നെയും SFIയും യുവജന സംഘടനകളിലൊക്കെ നേതാവാണ്, CPMൻ്റെ നേതാവാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ആർ നാസർ എന്ന് പറയുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ 29 വയസ്സെന്ന് വെച്ചാൽ മുതിർന്നൊരു മനുഷ്യനായിരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊല്ലപ്പെടുമ്പോൾ ഈ 49 കൊല്ലക്കാലവും ഈ കഴിഞ്ഞ മാസം അദ്ദേഹം പാർട്ടി മാറി ഇപ്പുറത്തേക്ക് വരുന്നത് വരെയും അദ്ദേഹം പൊതുജനങ്ങളോടും സമൂഹത്തോടും രാഷ്ട്രീയ കേരളത്തോടും ഒക്കെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് KSUക്കാർ വന്ന് കൊന്നു എന്നാണല്ലോ ഈ പറയുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ആനുകൂല്യം, അതായത് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ആനുകൂല്യം, ഇതിപ്പോൾ അവരുടെ ഭാഷയിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഓരോ രക്തസാക്ഷിത്വവും അവർക്ക് CPIMന് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അതിനിടയിൽ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ രക്തസാക്ഷിത്വം, അവരെക്കുറിച്ചുള്ള ഓർമ്മ ആ പ്രസ്ഥാനത്തിന് വലിയ നേട്ടം നൽകും. അപ്പോൾ ആ രക്തസാക്ഷിത്വത്തിൻ്റെ ആനുകൂല്യം ആ രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായി, പ്രത്യേകിച്ചും ആ ജില്ലയിലുണ്ടായി. ആ ജില്ലയിൽ ആ ആനുകൂല്യത്തിൽ വളർന്നയാളാണ് G. സുധാകരൻ. ഒരു സംശയവും വേണ്ടല്ലോ. ഈ കഥ അദ്ദേഹം തന്നെയാണ് നാട്ടുകാരോട് പറയുന്നത്. KSUക്കാർ കൊന്നതാണ്. അപ്പോൾ അവിടെ SFI വളരുന്നു, SFIക്കൊപ്പം CPM വളരുന്നു, CPMൻ്റെ നേതാവായിട്ട് G. സുധാകരൻ വളരുന്നു. അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിലേക്കെല്ലാം എത്തുന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലേക്കെല്ലാം എത്തുന്നു. മന്ത്രി പദവി എന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ പദവികളിലെത്തുന്നു. അദ്ദേഹത്തിന് കാറ് കിട്ടുന്നു, സൗകര്യങ്ങൾ കിട്ടുന്നു, മഹാനായ നേതാവെന്ന് അദ്ദേഹത്തെ ആളുകൾ വാഴ്ത്തുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൊലപാതകത്തിൻ്റെ കൂടെ ഉൽപ്പന്നമാണ്, രക്തസാക്ഷിത്വത്തിൻ്റെ കൂടെ ഉൽപ്പന്നമാണ്. അതിൽ നിന്ന് കിട്ടിയ രാഷ്ട്രീയ നേട്ടം, മെച്ചം കൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമെല്ലാം ഈ നിലക്ക് മുന്നോട്ട് പോയത്. അത് രാഷ്ട്രീയ എതിരാളികൾ കൊല ചെയ്തതാണെന്ന് അദ്ദേഹം തന്നെയും പറഞ്ഞതാണ്. ഒരിക്കൽ പോലും G. സുധാകരൻ എൻ്റെ സഹോദരൻ G. ഭുവനേശ്വരനെ കൊന്നത് KSUക്കാരല്ല എന്ന് ഈ സമീപകാലം വരെയും പറഞ്ഞിട്ടേയില്ല. അദ്ദേഹം അതിൻ്റെ നേട്ടം, ഏറ്റവും ഒടുവിലത്തെ നേട്ടം പോലും എടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇദ്ദേഹം മാറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കള്ളമാണ് അദ്ദേഹം അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ആ കള്ളം പറച്ചിലിൻ്റെ ഉൽപ്പന്നം അല്ലേ അദ്ദേഹം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. ആ കള്ളം പറച്ചിലിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് G. സുധാകരൻ എന്ന നേതാവ് എന്നല്ലേ മനസ്സിലാക്കുക. അപ്പോൾ കള്ളത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ആകെ തന്നെയും പടുത്തുയർത്തിയിരുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഒരു കള്ളത്തിൻ്റെ ഉൽപ്പന്നമാണ്. വലിയൊരു കള്ളം പറഞ്ഞിട്ടാണ് ഇത്രയും കാലം അദ്ദേഹം നേതാവായിരുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നമുക്കറിയാം അത് കള്ളമായിരുന്നില്ല എന്ന്. കോൺഗ്രസ് നേതാക്കൾ പോലും പറയില്ല. അത് അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ KSU പ്രവർത്തകരും അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മറ്റു ചില ആളുകളൊക്കെ ചേർന്നിട്ടാണ് ഈ ചെറുപ്പക്കാരനെ, ഈ കുട്ടിയെ തല്ലിക്കൊന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയം മാറിയതുകൊണ്ട് അതൊരു കള്ളമാണ് എന്ന് പറയുകയാണ്. ഈ ബൈബിളൊരു വചനമുണ്ട്, ബൈബിളിൽ, അതായത് എല്ലാവരും കോട്ട് ചെയ്യുന്ന, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലാത്ത പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഒരുവൻ സർവ്വവും നേടിയാലും സ്വന്തം ആത്മാവിനെ വഞ്ചിച്ചാൽ പിന്നെന്ത് പ്രയോജനം എന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത്. ഒരുവൻ സകലവും നേടിയാലും സ്വന്തം ആത്മാവിനെ വഞ്ചിച്ചാൽ പിന്നെന്താ പ്രയോജനം എന്ന ചോദ്യം ചോദിക്കാവുന്ന, ഈ കാര്യത്തിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാവുന്ന ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു ആളായിട്ട് എനിക്ക് G. സുധാകരനെ തോന്നുകയാണ്. അല്ലെങ്കിൽ 75ാമത്തെ വയസ്സിൽ 63 കൊല്ലക്കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പോകാം, ആർക്കും രാഷ്ട്രീയം വിട്ടു പോകാം. അദ്ദേഹത്തിന് മതിയായ കാരണങ്ങളുണ്ട്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മതിയായ കാരണമുണ്ട്, അദ്ദേഹത്തിന് പോകാം, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് മറുപക്ഷത്ത് പോയിട്ട് മത്സരിക്കാം. ഇതൊക്കെ ജനാധിപത്യത്തിലും മനുഷ്യരുടെ ജീവിതത്തിലുമൊക്കെ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം മാറുകയൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞിരുന്നതിനെ, 63 കൊല്ലക്കാലം അദ്ദേഹം പറഞ്ഞിരുന്നതിനെ, അതിൽ തന്നെ 10-49 കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നോട്ട് പോക്കിന് പ്രചോദനമായിരുന്ന ഈ രക്തസാക്ഷിത്വത്തിൻ്റെ കഥയെ അദ്ദേഹം നേരെ തിരിച്ചിടുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നേട്ടത്തിനായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ നേട്ടത്തിനാണെങ്കിൽ അതിനുവേണ്ടി ഈ കാര്യത്തെ ഇങ്ങനെ നിന്ദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ശരിയല്ലാത്ത കാര്യമാണ്. ഇനി അതല്ല,
ഇത്രയും കാലം പറയാതെ വെച്ച ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ ഈ 10-49 കൊല്ലക്കാലം ഈ കള്ളത്തിൻ്റെ വാഹനത്തിലല്ലേ ശ്രീ ജി സുധാകരൻ താങ്കൾ സഞ്ചരിച്ച് ഇത്രയും വലിയ നേതാവായത്? താങ്കളുടെ വാഹനത്തിൻ്റെ ഈ ടയറുകൾ ഈ പറയുന്ന അതിൻ്റെ ആ വീതി സുഗമമാക്കി തന്നത് ഈ കള്ളമായിരുന്നില്ലേ എന്ന് നിശ്ചയമായിട്ടും ചരിത്രം അദ്ദേഹത്തോട് ചോദിക്കും. ചരിത്രത്തിന് മുന്നിൽ അദ്ദേഹം വല്ലാത്ത തോതിൽ ക്ഷീണിക്കുകയും വേർക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേക്കാം, സാധ്യതയുണ്ടല്ലോ അവിടെ, അദ്ദേഹം വലിയ നേതാവാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേടിയിട്ട് എന്താണ് പ്രയോജനം എന്ന് സ്വാഭാവികമായിട്ടും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സ് ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് ഈ ഇന്നത്തെ സംഭവങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നി. വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു. വർഗീയ കാർഡ് ഇറക്കി, സ്ത്രീവിരുദ്ധ കാർഡ് ഇറക്കി. പിന്നെ ഈ പറയുന്നത് പോലെ സ്വന്തം ആത്മാവിനെ ആകപ്പാടെ തന്നെയും ഇങ്ങനെ വഞ്ചിക്കുന്ന ഒരാൾ ഇത്രയൊന്നും പറഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഇവർ തന്നെ CS സുജാതനും ചോദിക്കുകയാണ്, ഈ പൂവിനും മുല്ലമാലയും ഒക്കെ തലയിലണിയുന്ന സ്ത്രീകൾ എന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല, അതൊരു ജാതിയുടെ അടയാളമാണ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നാളെ മുല്ലയും ഇതും വെച്ച് നടക്കാൻ പറ്റില്ല ആളുകൾക്ക്. രണ്ടാമത്തേതെന്ന് അമ്പലത്തിൽ മത്സ്യത്തിൻ്റെ മണമുള്ള മണലിറക്കി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ എന്ന് ഏത് കോൺഗ്രസ്സുകാർ പോലും അത്ഭുതപ്പെടുന്നുണ്ടാകും. കോൺഗ്രസ്സുകാർ പോലും നമ്മൾ ഈ എന്താണ് ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ എങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടാവും ആളുകളെ, ആ ഒരു മീമില്ലേ, അതുപോലെ ഇദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ പോലും എങ്ങനെ സാധിക്കുന്നു ശ്രീ ജി സുധാകരൻ എന്ന മട്ടിൽ നോക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ചില ആളുകൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ തമാശ പറയുന്ന പോലെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ ചിരി നിർത്തിയാൽ ഉടനെ അവിടെ ഇരിക്കുന്ന NK പ്രേമേന്ദ്രൻ അടക്കമുള്ള മറ്റെല്ലാ നേതാക്കളും എന്താണ് ഇദ്ദേഹം ഈ പറയുന്നതെന്ന് അന്തം വിട്ടിട്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്യാമിലി, അത് ഈ ദിവസത്തിൻ്റെ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലം ഇങ്ങോട്ട് കടന്നില്ലേ കുറേ ദിവസങ്ങൾ. ഈ 2026 തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി എന്ന് പറയുന്ന പ്രചാരണ കാലം എന്ന് പറയുന്ന ഈ ടോട്ടൽ ദിവസങ്ങളെടുത്താലും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകൾ അങ്ങേയറ്റം ഏറ്റവും പ്രധാനപ്പെട്ട പേജിൽ എഴുതി വെക്കേണ്ടുന്നൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാനിതിനെ സനീഷ് ഈ കാര്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മളൊരു ജനങ്ങളൊരു മനസ്സിങ്ങനെ പരുവപ്പെടുത്തി എടുക്കുകയായിരിക്കുമല്ലോ. അതായത് രാഷ്ട്രീയ ചായ്വ് അല്ലാത്ത ചില വിഭാഗം ജനങ്ങൾ ഒരു പരുവപ്പെടുത്തൽ നടത്തുകയായിരിക്കുമല്ലോ. ആർക്ക് വോട്ടിടാം, അല്ലെങ്കിൽ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിടിക്കാം. അപ്പോൾ സനീഷ്, നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ സനീഷേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പേഴ്സ്പെക്റ്റീവ് ആണല്ലോ ശ്യാമിലി എല്ലാ കാര്യങ്ങളിലും, വികസനത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അത്തരമൊരു എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. മുന്നണികൾക്കാർക്ക് നല്ല മാർക്കിടാം എന്നാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. പാർട്ടികൾക്കാർക്ക് നല്ല മാർക്കിടാം, അതിൽ ഏത് പ്രതിനിധിക്ക് ഞാൻ വോട്ടിടാം, മാർക്കിടാം എന്നാണല്ലോ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല കാര്യങ്ങൾ വന്നു. ഡീൽ ആരോപണം വന്നു, ഈ പറയുന്ന പോലെ പ്രത്യാരോപണങ്ങൾ വന്നു, വർഗീയ കാർഡുകൾ ഇറക്കിയ ആളുകൾ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഇറക്കി, അനൗൺസ്മെൻറ്റ് വിവാദങ്ങൾ വന്നു, മുഴുവൻ വന്നു. അപ്പോഴും ചില വികസന കാര്യങ്ങൾ ചർച്ചയായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, വികസനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഓരോ തലത്തിലായിരിക്കും ഓരോ ആളെയും സ്പർശിക്കുക. വികസനമായിക്കോട്ടെ, ചില അവരുടെ ചേർന്ന് നിൽക്കുന്ന ആളുകളോ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ ആളുകൾക്കൊക്കെ പെട്ടെന്ന് ആർജിച്ചെടുക്കാൻ പറ്റുന്ന, എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നുമല്ലാതെ നിർലോഭം എല്ലാവരും അവരെ സഹായിക്കേണ്ട, എല്ലാവരും അവർക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ട, അവരോട് കൂടി എമ്പതറ്റിക്കലായി അവരോട് കൂടെ നിന്ന് അവരെ കണ്ട് കേട്ട് ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗം കഴിഞ്ഞ നാളുകൾക്കിടയിൽ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വയനാട്ടുകാരാണ്. അത് മുണ്ടക്കൈ ചൂരൽമലയുള്ളവർ, പുഞ്ചിരിമട്ടത്തുള്ളവരാണ്. അവരെയായിരുന്നു അത് ചെയ്യേണ്ടത്. അവർ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അത്തരം ആളുകളൊക്കെ ഇവിടുത്തെ സർക്കാരടക്കം അതിദരിദ്രർ എന്ന പോലെ പട്ടികയൊക്കെ തയ്യാറാക്കി കണ്ടുപിടിക്കുകയും ചെയ്തു. അതല്ലാതെ തന്നെ നമ്മളുടെ പൊതുമധ്യത്തിൽ ഒരു രാത്രി വിളിക്കുമ്പോൾ സർവ്വത നഷ്ടപ്പെട്ട മഹാദുരന്തം, എൻ്റെയൊക്കെ ജീവിത കാലയളവിൽ ഞാൻ കാണുന്ന ഒരു മഹാദുരന്തം, ആ നിലവിളികളൊക്കെ ഇപ്പോഴും കാതുകളിലുണ്ട്. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് കരയുന്ന ആളുകളൊക്കെ ഇപ്പോഴും ചെവിയിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചേർത്ത് നിർത്തേണ്ട ആളുകൾ അവർ മാത്രമാണ്. അവർക്കാണ് അതിനുള്ള അർഹതയും അവകാശമൊക്കെ. അവരെ എങ്ങനെ ഇവിടെയുള്ളവർ പരിഗണിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിൽ സർക്കാർ എന്നില്ല, പാർട്ടി എന്നില്ല, അങ്ങനെയില്ല. ആളുകൾ അവരെ എങ്ങനെ പരിഗണിച്ചു? ഒരു ജനത മുഴുവൻ കൂടെ നിന്നു. CMDRFലേക്ക് ആളുകൾ അങ്ങോട്ട് പൈസ ഇട്ടുകൊടുത്തു, കാരണം ഇവരെ സഹായിക്കണമല്ലോ എന്ന് വന്നു. പക്ഷേ അപ്പോഴും സർക്കാർ അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തി, മീറ്റിങ്ങുകൾ വിളിച്ച് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? പ്രതിപക്ഷം അതിൽ നിന്ന് വിട്ടുനിന്ന് വേണ്ട, നമ്മളായിട്ട് വീട് വെച്ച് കൊടുക്കുക എന്ന് തീരുമാനിക്കുന്നു. ലീഗ് അല്ലാതെയും വീട് വെച്ച് കൊടുക്കുക, നല്ല കാര്യം, എല്ലാവരും ചെയ്യട്ടെ എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതിൻ്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ, ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നവർക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണതെന്നാണ്
ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര സങ്കടമുണ്ട് ആ കാര്യത്തിൽ. അതിൽ ഒരു പക്ഷവുമില്ല, മനുഷ്യപക്ഷം മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ ചേർത്ത് പിടിക്കുന്നത്. സനീഷ് ആലോചിക്കണം, സനീഷ് ചേട്ടനും ഹർഷൻ ചേട്ടനും എല്ലാവരും അവിടെ പോയപ്പം വലിയ ഉരുളം കല്ലുകളാണ് ആ ഭൂമിയിൽ മുഴുവൻ. അതൊരു ജനതയുടെ സ്വപ്നത്തിനും വലിയ അവരുടെ ജീവിതത്തിനും മേൽ വന്ന റീത്ത് വെച്ചതുപോലെ ഒരുപാട് ഉരുളം കല്ലുകൾ ആ മണ്ണിൽ ചവിട്ടിയേക്കുമ്പോൾ സ്വാഭാവികമായും കുറേ നിലവിളികൾ കേട്ട് കാണും. അപ്പോൾ അവരെ അങ്ങനെ പരിഗണിക്കണം. ഇന്ന് കെ രാജൻ്റെ ഒരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീ 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറയുകയാണ്, ജയിച്ചു കഴിഞ്ഞാൽ എന്നെ വന്ന് എൻ്റെ മക്കളെ വന്ന് വീണ്ടും കാണുന്നത്. എന്തൊരു വൈകാരികമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ വലിയ കുംഭകോണം പകൽ കൊള്ളയായിരുന്നു ആ കണ്ണീര് വിറ്റുകൊണ്ട് കോൺഗ്രസ് ഒരു പണം പിരിക്കലിലൂടെ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏറ്റവും ബാലിശമായ കാര്യങ്ങൾ എതിർപ്പാർട്ടികൾ ഉന്നയിക്കുന്നു എന്നാണ് ഇന്ന് സണ്ണി വക്കീൽ പറയുന്നത്. എവിടെയാണ് ബാലിശം? അതിൽ ഒരു കണക്കുകൾ കണ്ടു, ഒരു സ്ക്രീൻഷോട്ട് ഇവർ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം അതിനൊന്ന് വിശദീകരിക്കുക. ആ സ്ക്രീൻഷോട്ടിലുള്ള തുകയല്ല ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പോലും മുതിർന്നിട്ടില്ല. എന്നിട്ടൊരു 5 കോടിയുടെ കണക്ക് പറയുകയാണ്. അത് മനസ്സിലാവുന്നില്ല നമ്മൾക്കാർക്കും. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ ജനതയെ പുനരുജ്ജീവിപ്പിച്ച് ആ ജനത അവിടെ നഷ്ടമായതെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി കാണണം. നമ്മളതിനെ, ആ വിഭാഗത്തെ ഒരു പരിച്ഛേദമായി കാണണം. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കുക. മാർക്കിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഭരിച്ച് നശിപ്പിച്ച ഒരു കലാകളങ്ങളെ ഇങ്ങനെ ഭരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം ആണും ഭരണപക്ഷമാണെങ്കിലും ഉന്നയിക്കുന്നത് നിങ്ങൾ ഭരിച്ച കാലം മോശം, ഞങ്ങൾ ഭരിച്ച കാലം മോശം, ആ തരത്തിലൊക്കെ കാര്യങ്ങളെ കാണുകയാണെന്ന് നോക്കുക. അപ്പോൾ ഒരു പരിച്ഛേദമായി ഈ സമൂഹത്തെ കണ്ടു കഴിഞ്ഞാൽ നന്നാക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. ഈ ഭൂമി, അതിൽ തന്നെ നമുക്ക് ഒരാളുടെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. ഈ സ്ഥലം നന്നാക്കാനുള്ള ഒരു അവസരം ഇവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ വലിയ സുവർണാവസരമാണ് നിലവിൽ UDF കോൺഗ്രസ്സുകാർ ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ലീഗ് ഒരു പരിധിവരെ അവിടെ വിജയിച്ചു എന്നാണ് തോന്നുന്നത്. അതിൽ ഏറ്റവും വലിയ മാർക്ക് ഞാൻ LDF-നിടും, അതിൽ CPM-നിടും, DYF-ക്കിടും എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ഇത് മനുഷ്യപക്ഷത്ത് മാത്രം നിന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ അവിടെയുള്ള മനുഷ്യന്മാരെ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചു, അവരെ പെട്ടെന്ന് പുനരധിവസിപ്പിച്ചു, അവരുടെ വാടക നൽകി, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി. എന്നിട്ട് മാത്രമല്ല, ഈ വിഷുവിന് മുമ്പ് ഒരു വിഭാഗം ആളുകളെ അവിടെ താമസിപ്പിക്കാൻ നിൽക്കുന്നു. അപ്പോൾ നന്നാക്കാനുള്ളൊരു അവസരമുണ്ടായിരുന്നു, കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരമുണ്ടായിരുന്നു. വരും ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അല്ലെങ്കിൽ ഇത്രയധികം ചോദ്യങ്ങൾ പ്രതിപക്ഷം നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ? 10 വർഷം ഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭരണപക്ഷത്തിരിക്കുന്ന മുന്നണി നേരിടുന്ന ഒരു ആരോപണങ്ങളുടെ പകുതി പോലും ഇത്തവണ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതല്ലാതെ. അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, മാർക്കിടുമ്പോൾ, വോട്ടിടാൻ തയ്യാറെടുക്കുമ്പോൾ നിഷ്പക്ഷമായ ചില ആളുകൾ ഇക്കാര്യത്തിലൊരു തീരുമാനം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെയായിരിക്കും മനസ്സിൽ വന്നേക്കാവുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി ഈ അവസാന നിമിഷം ഇത് തന്നെയായിരിക്കും ഉയർന്നു വരിക. നൈസമോളുടെ അടക്കം പുഞ്ചിരി അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫോട്ടോ കൂടി വീണ്ടും വിട്ടു. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ചേർത്ത് പിടിച്ച കുട്ടിയായിരുന്നു ആ കുട്ടി. ഒടുവിൽ ആ പുഞ്ചിരി ആരുടെ മടിയിലിരുന്ന് വരുന്നു എന്നുള്ളത് ആലോചിക്കണം. ഇത് ഹൃദയപക്ഷ ചിന്ത മാത്രമാണ്, മനുഷ്യപക്ഷ ചിന്ത മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പറ്റില്ല. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊരു പേഴ്സ്പെക്റ്റീവാണല്ലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. അത്യന്തം നിർണായകവും പ്രവചനാതീതവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമാകാനിരിക്കെ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും കൂടുതൽ ശക്തമാവുകയാണ്. ഒട്ടും അഭിലഷണീയമല്ലാത്ത അധിക്ഷേപ പരാമർശങ്ങളാണ് ഇതിലേറെയും എന്നതാണ് സങ്കടകരം. സഹോദരന്റെ രക്തസാക്ഷിത്വത്തിൽ മലക്കമറിഞ്ഞും വർഗീയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയുമുള്ള സുധാകരൻ്റെ ഇത്തരം പ്രസ്താവനകളിൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പതിറ്റാണ്ടുകളായി KSUവിനെയും DSUവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന സഹോദരന്റെ കൊലപാതക കേസിലാണ് സുധാകരൻ നിലപാട് മാറ്റുന്നതെന്നാണ് ശ്രദ്ധേയം. CS സുജാതയ്ക്കെതിരെ സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ്. എതിർ സ്ഥാനാർത്ഥിയായ സലാമിനെതിരെ നടത്തിയ വിദ്വേഷ പ്രചാരണവും ഒട്ടും അംഗീകരിക്കാനാകില്ല. രാഷ്ട്രീയ എതിരാളികളെ മതം പറഞ്ഞും അല്ലാതെയും എല്ലാം വ്യക്തിപരമായി ആക്രമിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് തീരെ യോജിച്ചതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിലെ നയപരമായ വിയോജിപ്പുകൾ മാറ്റി നിർത്തി വ്യക്തിപരമായ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത് വോട്ടർമാരിൽ തെറ്റായ സന്ദേശമാണ് നൽകുക എന്ന കാര്യത്തിൽ തർക്കമില്ല.